പനിയൊക്കെ ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ യുൻഹോ വാഷ്റൂമിൽ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൻ്റെ പാസ്റ്റിലത്തെ ഒരു കാര്യം ആലോചിക്കുകയാണ്. അതായത് നമ്മുടെ ബിയോൾ ഉണ്ടായ സമയത്ത് ഇവനിങ്ങനെ ബിയോളിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ്റെ വൈഫ് വന്ന് ഇവനോട് പറയാണ്. വൈഫിൻ്റെ ഫേസ് ഒന്നും നമുക്ക് കാണിക്കുന്നില്ല കേട്ടോ. അതായത് വൈഫ് പറയാണ്, എനിക്ക് ഭയങ്കര സഫക്കേഷനായിട്ട് തോന്നുകയാണ്, നമുക്ക് എന്തായാലും ഡിവോഴ്സ് ചെയ്യാം, എനിക്ക് പറ്റില്ല എന്ന് വൈഫ് ഇവനോട് വന്ന് പറയാണ്. അതായത് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ജീവിക്കാൻ അവൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പോലെയാണ് പറയുന്നത്. സഫക്കേഷൻ ആണെന്നാണ് പറയുന്നത്. പണ്ടത്തെ ഈ ഒരു കാര്യം ആലോചിച്ചതിന് ശേഷം അവൻ നമ്മുടെ ജിയുണിനെയും കൂട്ടി പുറത്തേക്ക് ഇങ്ങനെ നടക്കാൻ ഇറങ്ങുകയാണ്. രണ്ടുപേരും നടക്കുമ്പോൾ നമ്മുടെ യുൻഹോ ചോദിക്കുന്നുണ്ട് ജിയുണിനോട്, അല്ല എന്താ എന്നോടൊന്നും ചോദിക്കാത്ത, എൻ്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് നിനക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് ചോദിക്കുകയാണ്. ജിയുണിനാണെങ്കിൽ ശരിക്കും ഇവൻ്റെ പാസ്റ്റ് അറിയാൻ നല്ല ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ യുൻഹോ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ ചില ക്വസ്റ്റ്യൻസ് ഒരുപാട് ഹേർട്ട് ചെയ്യും കേൾക്കുന്ന ആൾക്ക്. അതുകൊണ്ടാണ് ഇവിടെ ഇതുവരെ ചോദിക്കാത്തത് ഇവൻ്റെ പാസ്റ്റിനെ കുറിച്ചൊന്നും. അവൻ എന്നിട്ട് എക്സ് വൈഫിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് എക്സ് വൈഫിന് ഭയങ്കര സഫക്കേഷനായിരുന്നു ഞങ്ങളുടെ കൂടെ. എനിക്ക് അവളെ നിർത്താൻ പറ്റിയില്ല. അതായത് ഡിവോഴ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയില്ല എന്ന് പറയുകയാണ്. ഡിവോഴ്സിന് ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്റ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവളിപ്പോൾ എവിടെയാണ്, എന്താ ചെയ്യണേന്നൊന്നും നമ്മുടെ യുൻഹോയ്ക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ജിയുൺ ചോദിക്കുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബിയോളിന് അറിയുമെന്ന്. നമ്മുടെ യുൻഹോയുടെ ആഗ്രഹം ബിയോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയരുത് എന്നായിരുന്നു. പക്ഷേ വളർന്നു വന്നപ്പോൾ അവൾ സ്വയം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നാണ് യുൻഹോ പറയുന്നത്. യുൻഹോ പറയാണ്, ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയി ഒന്നും അല്ലാതെ നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു ചെറിയ പെൺകുട്ടി, അതായത് നമ്മുടെ ബിയോള് ഇവൻ്റെ ആ ഒരു ലിറ്റിൽ ഫിംഗർ ചെറു വിരലിൽ പിടിച്ചു, മുറുക്കെ പിടിച്ചു. അന്നാണ് ഇവൻ്റെ ലൈഫിനെ ഒന്ന് തിരിച്ചു പിടിക്കാൻ പറ്റിയെന്നാണ് യുൻഹോ പറയുന്നത് കേട്ടോ. എന്നിട്ട് അവൻ പറയാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിയോളിനെ അല്ല, ബിയോൾ ശരിക്കും എന്നെയാണ് റേസ് ചെയ്തതെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജിയും പറയുന്നുണ്ട്, അപ്പം ഞാൻ ബിയോളിനൊരു താങ്ക്സ് പറയണം, ഇത്രയും അമേസിംഗ് ആയിട്ട് നിന്നെ വളർത്തിക്കൊണ്ട് വന്നതിലെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ യുൻഹോ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇന്നത്തെ ഈ ഒരു പൊസിഷനിൽ എത്തിച്ചത് 2 പേരാണ്. അതിൽ ഒരാളാണ് നമ്മുടെ ബിയോൾ, മറ്റേ ആളെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരിക്കൽ പറയാമെന്ന് പറയാണ്. ജിയുനാണെങ്കിൽ ഓ അപ്പം മതിയല്ലോ, ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഈ ഒരു ടൈമിലാണ് നമ്മുടെ യുൻഹോയ്ക്ക് ഒരു കോൾ വരുന്നത്. അപ്പോൾ യുൻഹോനെ കോൾ ചെയ്ത ആൾ പറയാണ്, അതായത് ഫയർ ആക്സിഡൻറ്റ് നടന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മയുള്ള ഒരാളെ ഞാൻ മീറ്റ് ചെയ്തു, അയാളുടെ അഡ്രസ്സ് ഞാൻ നിനക്ക് അയച്ചു തരാം യുൻഹോ എന്ന് പറയാണ്. യുൻഹോ ആണെങ്കിൽ ആ കോൾ ചെയ്ത ആളോട് താങ്ക്സ് ഒക്കെ പറഞ്ഞതിന് ശേഷം കോൾ കട്ടാക്കുകയാണ്. എന്നിട്ട് നേരെ നമ്മുടെ ജിയുൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ യുൻഹോയും ജിയുണും പീപ്പിൾസിൻ്റെ ഓഫീസിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജാങ്ങിന് വേണ്ടിയിട്ടുള്ള പുതിയൊരു ജോബ് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരു കാര്യത്തിലാണ്. ഇവർ ഓൾറെഡി കണ്ടുപിടിച്ച ആ ഒരു കമ്പനി നമ്മുടെ ജാങ്ങിൻ്റെ പുതിയ കണ്ടീഷൻസിനെ ഒന്നും തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ജാങ്ങിന് വേണ്ടിയിട്ട് പുതിയൊരു ജോബ് ഇവർ കണ്ടുപിടിക്കണം. അപ്പോഴാണ് യുൻഹോ ജിയുണിനോട് ചോദിക്കുന്നത്, അതായത് ഈ ജാങ്ങിന് വേണ്ടിയിട്ട് ഇൻ ഹൗസ് ലോയർ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് നോക്കിയാലോ, അതാകുമ്പോൾ റെഗുലർ ടൈമിൽ വർക്ക് ചെയ്താൽ മതി. മറ്റേ ലോ ഫേംസിൻ്റെ പോലെ തന്നെ ഒരുപാട് ട്രയൽസും കേസസും ഒന്നും തന്നെ ഉണ്ടാവില്ല. ജാങ്ങിനാണെങ്കിൽ ജാങ്ങിൻ്റെ മകൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ അത്യാവശ്യം ടൈമും കിട്ടുമെന്നാണ് യുൻഹോ പറയുന്നത്. കേൾക്കുമ്പോൾ നമ്മുടെ ജിയും പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പോൾ ഒരാളുടെ എല്ലാ അവസ്ഥയും നോക്കിയിട്ട് നമുക്ക് ജോബ് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ജസ്റ്റ് അവരെക്കുറിച്ചൊന്ന് കൺസിഡർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ബേസിൽ ജോബ് കണ്ടുപിടിക്കുക, അല്ലാതെ എല്ലാതും വെച്ചിട്ടൊന്നും ജോബ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് ഇവൾ പറയുന്നത്. എന്നിട്ട് നമ്മുടെ ജിയും പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏറ്റവും സ്യൂട്ടബിളായ രീതിയിലുള്ള ജോബ് കണ്ടുപിടിക്കലാണ് നമ്മളെ ഹെഡ് ഹണ്ടേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുകയാണ്. എന്നിട്ട് ഇൻ ഹൗസ് ലോയേഴ്സിന് ആവശ്യമുള്ള ഒരുപാട് കമ്പനീസിൻ്റെ ലിസ്റ്റ് നമ്മുടെ യുൻഹോയുടെ കയ്യിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ യുൻഹോ പറയുകയാണ്, ഞാൻ എൻ്റെ ബെസ്റ്റായ രീതിയിൽ സെർച്ച് ചെയ്തിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കും എന്ന് പറയുകയാണ്. യുൻഹോ ആണെങ്കിൽ നമ്മുടെ ജാങ്ങിന് പുതിയൊരു ജോബ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു സന്തോഷത്തിൽ ഒരു ഹൈഫൈ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. ജീവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇവൻ്റെ ഫേസിൽ ഒരു കിസ്സും കൊടുക്കുന്നുണ്ട്. അവിടെ ജീവനാണെങ്കിൽ നമ്മുടെ യുൻഹോയുടെ കൂടെ ഒരുപാട് ഹാപ്പിയാണ്. അവളാണെങ്കിൽ ഇവനെ നോക്കുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. നെക്സ്റ്റ് സീനിൽ ബുക്ക് സ്റ്റോർ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബിയോളാണെങ്കിൽ സിയോക്കിനോട് പറയാണ്, എനിക്കൊരു ഡൗട്ടുണ്ട്, അച്ഛന് ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്ന് പറയാണ്. അപ്പോൾ സിയോക്ക് ചോദിക്കുന്നുണ്ട്, അതെന്താ നിനക്ക് ഡൗട്ട് വന്നാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ ബിയോളാണെങ്കിൽ കുറച്ച് റീസൺസ് പറയാണ് കേട്ടോ. ഫസ്റ്റ് റീസൺ, അച്ഛനാണെങ്കിൽ ഇപ്പോൾ ഫുൾ ടൈം കണ്ണാടിയുടെ മുമ്പിലാണ്, കോട്ടും ടൈയും ഒക്കെ ഒരുപാട് കളേഴ്സ് മാറി മാറി ഇട്ട് നോക്കിയിട്ടാണ് കുറേ നേരം എടുത്തിട്ടാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറയാണ്. രണ്ടാമത്തെ റീസൺ, അച്ഛൻ്റെ ഫോൺ എവിടെയും വെക്കുന്നില്ല, ഫുൾ ടൈം അച്ഛൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും. മാത്രമല്ല എന്തെങ്കിലും ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ കേൾക്കാതിരിക്കാൻ റൂമിലേക്ക് പോകും. ഇതിനർത്ഥം എന്തോ ഒരു സീക്രട്ട് ഉണ്ട് എന്നാണല്ലോ. പിന്നെ മൂന്നാമത്തെ റീസൺ, ഒരു ദിവസം അച്ഛൻ്റെ കൂടെ ബേക്ക് ചെയ്യുമ്പോൾ ഇവളുടെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് അച്ഛൻ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തത് ഇവളുടെ ഹെയർ ടൈ അല്ല, വേറെ ആരുടെയോ ഹെയർ ടൈ ആണ്. യുൻഹോനോട് ബിയോള് പറയുന്നുണ്ട് ഇതെൻ്റെ ഹെയർ ടൈ അല്ലാന്ന്. പക്ഷെ നമ്മുടെ യുൻഹോ പറയുന്നുണ്ട് അത് ഞാൻ പുതിയത് വാങ്ങിയതാന്ന്. അപ്പോൾ ഇവൻ്റെ കള്ളങ്ങളൊക്കെ ഇവൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ ആരോ ഡേറ്റ് ചെയ്യേണ്ടതെന്ന് ഭയങ്കര ഷുവറായിട്ട് പറയുന്നത് സിയോക്കിനോട്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സിയോക്കും വിചാരിക്കുന്നുണ്ട്, അല്ല എന്ത് ടൈപ്പ് കുട്ടീനെയാണ് ഇവനെ വളർത്തിക്കൊണ്ടുവരുന്നത്, എന്ത് സ്മാർട്ടാ ബിയോൾ എന്നൊക്കെ നമ്മുടെ സിയോക്ക് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ബിയോളാണെങ്കിൽ സിയോക്കിനെ കൊണ്ട് ഒരു പ്രോമിസ് ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അതായത് അച്ഛൻ്റെ ഗേൾ ഫ്രണ്ട് ആരാന്ന് സിയോക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ നമ്മുടെ ബിയോളിനെ അറിയിപ്പിക്കണം. അതാണ് പ്രോമിസ്.
നെക്സ്റ്റ് സീനിൽ നമ്മുടെ സിയോക്കും സിയോയും അവരുടെ ബുക്ക് സ്റ്റോറൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. രണ്ടുപേരും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ സിയോനോട് പറയുന്നത്, എനിക്ക് തോന്നുന്നു യുൻഹോന് ഗേൾ ഫ്രണ്ടിനെ കിട്ടിയെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സിയോ ആണെങ്കിൽ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. എന്നിട്ട് സിയോ പറയുന്നുണ്ട്, അല്ല യുൻഹോക്ക് ഡേറ്റ് ചെയ്യാനൊക്കെ ടൈം ഇപ്പോൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? അവനാണെങ്കിൽ ഈ അടുത്തായിട്ട് ഫുൾ ടൈം ജിയുൻ്റെ കൂടെയാണ് എന്ന് പറയുമ്പോൾ അവൾ പെട്ടെന്ന് എന്തോ ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളുടെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, അതെ നമുക്കൊരു ബിയർ അടിച്ചിട്ട് വരാമെന്ന് പറയാണ് കേട്ടോ. എന്തോ ആലോചിച്ചു ആകെ ഷോക്കായിട്ടോ അവൾ നിൽക്കുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയൂൺ ആണെങ്കിൽ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ യുൻഹോ പുറകിലൂടെ വന്ന് അവൾ ഹഗ് ചെയ്യുന്നത്. അങ്ങനെ 2-3 മിനിറ്റ് നേരത്തേക്ക് രണ്ടുപേരും കുറച്ച് റൊമാൻസ് മൂഡിലാട്ടോ. അവനാണെങ്കിൽ ചെറുതായിട്ട് ഇവളുടെ ഫേസൊക്കെ പിടിച്ച് ഒരു കിസ്സിന് വേണ്ടി ഇങ്ങനെ പോകുന്ന നേരത്താണ് അവൾ പെട്ടെന്ന് തന്നെ അവനെ ഉന്തി മാറ്റുന്നത് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ പോവുകയാണ് കേട്ടോ. ചെറിയ രീതിയിലൊരു ടീസിങ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം ജിയുടെ ഭാഗത്തുനിന്ന്. നെക്സ്റ്റ് ഡേ നമ്മുടെ സിയോ ലിഫ്റ്റിൽ കയറാൻ വരുമ്പോഴാണ് ലിഫ്റ്റിൻ്റെ നേരെ ഫ്രണ്ടിൽ ജിയൂണും യുൺഹോയും നിൽക്കുന്നത് കാണുന്നത് കേട്ടോ. ഇവൾ പെട്ടെന്ന് തന്നെ അവിടെ ഒളിഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരെയും നോക്കുകയാണ്. രണ്ടുപേരും ലിഫ്റ്റിൽ കയറിയ ഉടനെ ഇവൾ തൊട്ട് പുറകെ പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കാണുന്നത് നമ്മുടെ ജിയൂണാണെങ്കിൽ യുൺഹോനെ നോക്കി സ്മൈൽ ചെയ്യാണ്. ഇത് കാണുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഇവർ രണ്ടുപേരും തമ്മിൽ എന്തോ ഉണ്ട്. നെക്സ്റ്റ് സീനിൽ തലേദിവസത്തെ ഹാങ് ഓവറിന് എന്തെങ്കിലും കഴിക്കണം, എന്തെങ്കിലും വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജിയൂണിനെയും കൂട്ടി പുറത്തൊരു കഫേയിൽ വന്നിരിക്കുകയാണ് കേട്ടോ സിയോ. ഒരുപാട് വളച്ചുകെട്ടൊന്നുമില്ലാതെ സിയോ ചോദിക്കുന്നുണ്ട്, നീയും യുൻഹോയും തമ്മിൽ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ജിയോൻ പറയുന്നുണ്ട്, യെസ് ഐ ലൈക്ക് ഹിം, എനിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സിയോ ഒന്ന് ഞെട്ടുന്നുണ്ട്. അവൾ ഓൾറെഡി എക്സ്പെക്ട് ചെയ്തിരുന്നു എങ്കിലും ജിയോൻ അത് ഡയറക്റ്റായി പറഞ്ഞപ്പോൾ അവളൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. എങ്കിലും സിയോ പറയുന്നുണ്ട്, അതായത് യുൻഹോ ഒരു നല്ല ആളാണ്, നല്ല പേഴ്സണാലിറ്റിയാണ്, പക്ഷേ എന്തിനാണ് ഇത്ര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പാത്ത് ചൂസ് ചെയ്യണേ? ഓൾറെഡി ഒരു കിഡൊക്കെ ഉണ്ട്, ഡിവോഴ്സ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ യുൻഹോ ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയല്ലേ എന്ന് ചോദിക്കുന്നത്. ഏതൊരു നല്ല ഫ്രണ്ടും കുറച്ച് കൺസേൺഡ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ സിയോ ജിയോനോട് ചോദിക്കുന്നത്. നമ്മുടെ സിയോ പറയുന്നത്, ഇത്ര നാൾ നമ്മുടെ ജിയോൺ ഒറ്റയ്ക്കായിരുന്നു, ഫൈനലി ഒരാളെ കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ യുൻഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മാരീഡ് ആണ്, ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആണ്, ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ റിസ്ക് ഉള്ളൊരു കാര്യം തന്നെ ഇവളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണോ എന്നാണ് ചോദിക്കുന്നത്. സിയോയ്ക്ക് അറിയാം ജിയോൻ്റെ പാരൻസൊക്കെ ജിയോൻ്റെ ചെറുപ്പത്തിലേ മരിച്ചുപോയി. നമ്മുടെ ജിയോനാണെങ്കിൽ ഒരുപാട് റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ മാറി മാറി നിന്നിട്ടൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജിയോൺ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഒരു നോർമൽ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം, ഇത്ര റിസ്ക് ഒന്നും വേണ്ടല്ലോ എന്നാണ് നമ്മുടെ സിയോ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജിയും പറയുന്നുണ്ട്, എനിക്ക് യുൻഹോനെ ഇഷ്ടമാണ്, പിന്നെ വേറൊന്നും നോക്കിയിട്ടല്ല, അവൻ ഇത്ര നാൾ അവൻ്റെ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോയി എന്ന് ഞാൻ കണ്ടു, അത് കണ്ടിട്ടാണ് എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടത്. സിയോനോട് പറയുന്നുണ്ട്, ഓഫീസിൽ നിനക്ക് ഈ ഒരു കാര്യം അറിയാവുന്നതായിട്ട് ഭാവിക്കേ വേണ്ട, മാത്രമല്ല ആവശ്യമില്ലാത്തതൊന്നും യുൻഹോൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയും വേണ്ട എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സീനിൽ ഒരു ചെറിയ പയ്യൻ ഒരു ക്യാബിൽ കയറുകയാണ് കേട്ടോ. എന്നിട്ട് ടാക്സി ഡ്രൈവറിന് ഒരു കാർഡ് കൊടുക്കുന്നുണ്ട്, ഒരു പേപ്പർ. ആ പേപ്പറിലാണെങ്കിൽ ഒരു അഡ്രസ്സ് ഉണ്ട്. ആ ഒരു അഡ്രസ്സിൻ്റെ സ്ഥലത്തേക്ക് ഇവനെ കൊണ്ടുപോയി ഇറക്കാനാട്ടോ പറയുന്നത്. അതേസമയം ജാങ് ആണെങ്കിൽ നമ്മുടെ ജിയോണും യുൻഹോ ആയിട്ട് മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാങ് ആണെങ്കിൽ കറണ്ട് ജോലി ക്വിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു പുതിയ ജോലിയിലേക്ക് കയറണം. മകനാണെങ്കിൽ ജാങ്ങിനോട് ഓൾറെഡി പറഞ്ഞു, മകൻ അച്ഛൻ്റെ കൂടെ നിൽക്കാനാണ് താമസം, അമ്മയുടെ കൂടെ അതായത് ജാങ്ങിൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടതിലൊക്കെ നമ്മുടെ ജാങ്ങിന് ഒരുപാട് സങ്കടം ഉണ്ട് കേട്ടോ. നല്ല ഒരുപാട് കരഞ്ഞിട്ടാണ് ജാങ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ജാങ്ങിൻ്റെ മകൻ ജാങ്ങിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മകനെ വിട്ടുകൊടുക്കാൻ ജാങ് തയ്യാറല്ല. അവൾക്ക് ഒരുപാട് വിഷമമുണ്ട് മകൻ അങ്ങനെ പറഞ്ഞതിൽ. തൻ്റെ മകന് തൻ്റെ സൈഡിൽ നിന്ന് കെയറൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് അച്ഛൻ്റെ കൂടെ പോകണമെന്ന് മകൻ പറയുന്നത് എന്നാണ് ജാങ് പറയുന്നത്. അപ്പോഴാണ് ഒരു കോൾ വരുന്നത് കേട്ടോ. ഇവളുടെ മകൻ ഇവളുടെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഉടനെ തന്നെ ഇവളവിടെ ഇരുന്ന് കരയാണ്. അവൻ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചിട്ട് ഒരുപാട് ടെൻഷനിലിരിക്കുകയാണ്. അടുത്ത സീനിൽ ഒരു ചെറിയ പയ്യൻ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഏതാ ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പീപ്പിൾസിൻ്റെ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇവിടേക്ക് വന്നത് നമ്മുടെ ജാങ്ങിൻ്റെ മകനാണ് കേട്ടോ. ഇവൻ്റെ പേര് ടയൂൺ എന്നാണ്. ഇവനാണെങ്കിൽ ഇവിടെ എത്തിയ ഉടനെ തന്നെ അവിടുത്തെ എംപ്ലോയീസിനോട് എനിക്ക് മിസ് കാങ്ങിനെ മീറ്റ് ചെയ്യണമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ എംപ്ലോയീസിനൊക്കെ മനസ്സിലാവുകയാണ് ഇത് ജാങ്ങിൻ്റെ മകനാണ് എന്നൊക്കെ. എന്നിട്ട് ഇവന് കുടിക്കാനായിട്ട് ചെറിയൊരു എനർജി ഡ്രിങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. ലീയും ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ടൈവൂണിനോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് ജാങ് അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ജാങ്ങിനാണെങ്കിൽ സമാധാനമാവുകയാണ് ഇവനെ ഇവിടെ കാണുമ്പോൾ. ടൈവൂണാണെങ്കിൽ ജിയോനോട് പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് സംസാരിക്കണം എന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ ഇവർ 4 പേരും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവനെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മയ്ക്ക് വർക്ക് ചെയ്യണം, എൻ്റെ അമ്മേനെ വർക്ക് ചെയ്യാൻ അനുവദിക്കണം, അമ്മയ്ക്ക് നല്ലൊരു ജോലി കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ജാങ് ജോലി ക്വിറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞത് ഇവൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവന് വേണ്ടിയിട്ടാണ് അമ്മ പുതിയ ജോബ് അന്വേഷിക്കുന്നത്, പഴയ ജോബ് ക്വിറ്റ് ചെയ്യുന്നതെന്നൊക്കെ തലേ ദിവസം അവിടെ കേൾക്കുമ്പോൾ ഇവൻ കേട്ടിരുന്നു. അപ്പോൾ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇവന് വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ ഇവന് ഒരുപാട് വിഷമാവുകയാണ്. അതുകൊണ്ടാണ് ഇവൻ പറഞ്ഞത് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് പൊക്കോളാം എന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജാങ് പറയുന്നുണ്ട്, എനിക്ക് ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് നീയാണ് വലുത്, നിന്നെ ഒരിക്കലും നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ വിടില്ല എന്നാണ് ജാങ് പറയുന്നത്.
ഇവരുടെ അമ്മയുടെയും മകൻ്റെയും ഈ സങ്കടവും സംസാരവും കരച്ചിലൊക്കെ കാണുമ്പോൾ നമ്മുടെ ജിയോൺ ഒരു കാര്യം അറിയിക്കുകയാണ് നമ്മുടെ ജാങ്ങിന്. അതായത് ജാങ്ങിന് മകൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ടൈം കിട്ടുന്ന ഒരു ജോലി നമ്മുടെ ജിയോൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിൻ്റെ അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, കുറച്ച് കുറവായിരിക്കും. എന്നിട്ട് നമ്മുടെ യുൻഹോ സജസ്റ്റ് ചെയ്ത ഇൻ ഹൗസ് ലോയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പൊസിഷൻ ആട്ടോ കൊടുക്കുന്നത്. ഇതൊരു കമ്പനിയാണ്. ഈ ഒരു കമ്പനിക്ക് ഒരു ഇൻ ഹൗസ് ലോയറിന് ആവശ്യമുണ്ട്. അത്യാവശ്യം നല്ല സാലറി ഒക്കെ തന്നെയാണ്. മുൻപത്തെ അത്ര സാലറി ഇല്ലെന്നേ ഉള്ളൂ. റെഗുലർ ആയിട്ട് ഒരു ടൈം പീരീഡ് ഉണ്ട്. ആ ഒരു ടൈം പീരീഡിൽ മാത്രം വർക്ക് ചെയ്താൽ മതി. ഓവർ ടൈം വർക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ജോലിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ജാങ്ങും അതുപോലെ തന്നെ ജാങ്ങിൻ്റെ മകനും ഒരുപാട് ഹാപ്പി ആവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ യുൻഹോനെ അല്ലെങ്കിൽ ജിയുണിനെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജാങ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. ജാങ്ങും മകനും ഒരുപാട് ഹാപ്പി ആയിട്ട് ഇവരോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. ജാങ് ഒക്കെ ലിഫ്റ്റിൽ കയറിപ്പോയി. മാത്രമല്ല ചുറ്റും ഉണ്ടായിരുന്ന എംപ്ലോയീസ് ഒക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ യുൻഹോ ജിയുൻ്റെ അടുത്ത് രഹസ്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് യു ഡിഡ് വെൽ എന്ന് പറയാണ്, നീ നന്നായി ചെയ്തു എന്ന് പറയാണ്. അതും പറഞ്ഞ് ജിയുണിനെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാട്ടോ യുൻഹോ അവിടെ നിന്ന് പോകുന്നത്. ഇനിയുള്ള രാത്രികൾ നമുക്ക് ആലോചിക്കാമല്ലോ എന്തായിരിക്കുന്നത്. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജിയുണും കോൾ ചെയ്തു, അതുപോലെ തന്നെ യുൻഹോയും കോൾ ചെയ്തു. ബിയോളിനെയൊക്കെ കെടുത്തി ഉറക്കിയതിന് ശേഷം കേട്ടോ കോൾ ചെയ്യുന്നത്. യുൻഹോ ആണെങ്കിൽ ഇവളോട് ചോദിക്കുന്നുണ്ട്, അതായത് എത്ര വർഷമായി അല്ലെങ്കിൽ ഒരുപാടായോ ഇങ്ങനെ രാത്രി നൈറ്റ് മേഴ്സ് ഒക്കെ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. നമ്മുടെ ജിയും പറയുന്നുണ്ട്, ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ എൻ്റെ അച്ഛനെ കാണും, അപ്പോഴാണ് ഞാൻ ഒരുപാട് കരയുന്നതും ബഹളം വെക്കുന്നതും എന്നൊക്കെ പറയാണ്. യുൻഹോ ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജിയുൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ മിസ് ചെയ്യുന്നില്ല, ഹീസ് എ ബാഡ് ഡാഡ്, ഒരു പൊട്ട അച്ഛനായിരുന്നു എന്ന് പറയാണ്. യുൻഹോ ആണെങ്കിൽ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ നിനക്കൊരു കഥ പറഞ്ഞുതരാം, നീ ഒരു സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുമെന്ന് പറയാണ്. ആദ്യം ഒരു സ്റ്റോറി പറയുന്നുണ്ട്, അവൾ ഉറങ്ങുന്നില്ല. പക്ഷേ സെക്കൻഡ് സ്റ്റോറിയിൽ നമ്മുടെ ജിയുൻ ഉറങ്ങിപ്പോവുകയാണ്. അങ്ങനെ നെക്സ്റ്റ് സീനിൽ നെക്സ്റ്റ് ഡേ ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ലിഫ്റ്റിനകത്ത് കൈയൊക്കെ ഹോൾഡ് ചെയ്തിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ജിയോന് ഒരു കോൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വൂമിയങ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ കോളാണ് വന്നിരിക്കുന്നത്. ഈ കമ്പനി നാളെ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മുടെ ജിയോനെ ഇൻവൈറ്റ് ചെയ്തതാണ് കേട്ടോ. ജിയോനാണെങ്കിൽ ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ സിയോനോടും വൂനോടും ഇങ്ങനെ സംസാരിക്കുമ്പോൾ സിയോ പറയുന്നുണ്ട്, ഇവരെന്താ തലേ ദിവസം നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഒരുപാട് റൂഡായിട്ടല്ല ഇവർ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. സിയോയും വൂവും ഇവിടുന്ന് പോയതിന് ശേഷം നമ്മുടെ ജിയോനാണെങ്കിൽ മുൻപത്തെ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ വർക്കൊക്കെ കഴിഞ്ഞ് പോകാൻ നിൽക്കുന്ന നമ്മുടെ ലീനെയും ടീമിനെയൊക്കെയാണ് കാണിക്കുന്നത്. ലീ അവിടെ നിന്ന് പറയുന്നുണ്ട്, എൻ്റെ ഇപ്രാവശ്യത്തെ പ്രൊജക്റ്റ് കൊളാവാൻ ചാൻസ് ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ ഉമ്മ ചോദിക്കുന്നുണ്ട്, അല്ല അതെന്താ നീ അങ്ങനെ പറഞ്ഞേ, നീ ശരിക്കും കാര്യങ്ങളൊന്നും ചെയ്തില്ലേ എന്ന് ചോദിക്കാം. കേൾക്കുമ്പോൾ നമ്മുടെ ഗിയോങ് ആണെങ്കിൽ കിമ്മിനോട് ചൂടാവുകയാണ് കേട്ടോ. എന്തിനാ എൻ്റെ ഡാർലിംഗ് എന്ന് പറഞ്ഞിട്ട് അവളെ നിർത്തുകയാണ്. അപ്പോൾ കിമ്മും അതുപോലെ തന്നെ ഗ്യുറിങ്ങും തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവർ ചോദിക്കുന്നുണ്ട്, ഡാർലിങ്ങോ നീ എന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ലീ ഇടയിൽ കയറുകയാണ്. എന്നിട്ട് ലീ പറയാണ്, അവൾ വേറെ എന്തെങ്കിലും ആ ഉദ്ദേശിച്ചത്, തെറ്റിപ്പോയതാവും എന്ന് പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ലിഫ്റ്റിൽ കയറുകയാണ് കേട്ടോ. ഒരു വിധത്തിലാണ് ഇവർ ബായും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ലിഫ്റ്റിൽ കയറി പോകുന്നത്. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗ്യുറിൻ പുറത്ത് നിൽക്കുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് കിം ആണെങ്കിൽ അവൻ്റെ ഒരു ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഓഫീസിനകത്തേക്ക് പോയിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ഇവർ രണ്ടുപേരും തമ്മിൽ, അതായത് നമ്മുടെ ഗിയോങ്ങും ലീയും തമ്മിൽ എന്തോ ഒരു അട്രാക്ഷനും ഇഷ്ടമൊക്കെ ഉണ്ടെന്ന്. ഇവർ എത്ര നാൾ അഭിനയിച്ചുകൊണ്ട് നടക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് സീനിൽ നമ്മുടെ ജിയോൺ ഇവളുടെ കമ്പനിയിലത്തെ സ്റ്റോക്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ ലിസ്റ്റ് നോക്കുകയാണ്. ഇതിൽ വൂമിയങ് എന്ന് പറയുന്ന ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിക്ക് 45.6% ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളത് ഈ ഒരു കമ്പനിയിൽ. അപ്പോഴാണ് യുൻഹോ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ യുൻഹോനോട് അവൾ പറയുന്നുണ്ട്, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മിസ്റ്റർ വു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, പക്ഷേ ഇന്നത് ആലോചിക്കുമ്പോൾ എനിക്കതൊരു ബേർഡൻ ആയിട്ടാണ് തോന്നുന്നതെന്ന് പറയാണ്. മിസ്റ്റർ വുവിനെ ഈ പീപ്പിൾസിനെ കൺട്രോൾ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ, അത്രയ്ക്കും ഷെയർ അങ്ങേർക്കുണ്ട് ഇതിൽ. ജീവൻ പറയുന്നുണ്ട്, ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് ഞാനാണ്, അതുകൊണ്ട് ഈ കമ്പനീനെ ഞാൻ പ്രൊട്ടക്റ്റും ചെയ്യുമെന്ന് പറയാണ്. കേൾക്കുമ്പോൾ യുൻഹോ ഇവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്, അതായത് നീയാണ് ഈ പീപ്പിൾസ് സ്റ്റാർട്ട് ചെയ്തത്, ഇത് ഇത്രമാത്രം വളർത്തിക്കൊണ്ട് വന്നത് നീയാ, മാത്രമല്ല വേറൊരാൾക്കും ഇത് ഇത്രമാത്രം വളർത്താൻ പറ്റുമെന്നും എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. എന്നിട്ട് യുൻഹോ ജിയുടെ കൈ പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, സ്റ്റോപ്പ് വറിയിങ്, നീ നന്നായി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നീ ടെൻഷനൊന്നും ആവണ്ട എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജിയുണും ആ ഒരു ടെൻഷനൊക്കെ മാറുന്നുണ്ട്, ചെറുതായിട്ട് സമാധാനം തോന്നുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയുണും യുൻഹോയും ചേർന്നിട്ട് ആ ഒരു ഇവൻറ്റിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. വൂമിയങ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വൂ ഇല്ലേ, വൂവിൻ്റെ അച്ഛൻ്റെയാണ് കേട്ടോ. നമ്മുടെ ജിയുൺ ആണെങ്കിൽ ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന അതേ സമയത്താണ് കിം അങ്ങോട്ട് വരുന്നത്. അപ്പോൾ കിമ്മിനെ കണ്ടതും ജിയുൺ ഞെട്ടിപ്പോകുന്നുണ്ട്, കാരണം കിം ഈ ചെയർമാനുമായിട്ട് അത്ര ക്ലോസ് ഒന്നും ആയിരുന്നില്ല. ജിയുണിനെ ആണെങ്കിൽ ചെയർമാൻ അധികം മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, നേരെ നമ്മുടെ കിമ്മിനെ മൈൻഡ് ചെയ്യാണ്. അതിനുശേഷം ഇങ്ങേരുടെ വൈസ് പ്രസിഡന്റിന് കിം വഴി റെക്കമെൻഡേഷൻ കിട്ടി, അതുകൊണ്ട് തന്നെ ആ ഒരു ജോലിക്ക് കയറാനും പറ്റി. ഇതിന് നമ്മുടെ ജിയുൺ ഹെൽപ്പ് ചെയ്തില്ല, കിമ്മാണ് ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ കിമ്മിനെ വലിയ രീതിയിൽ തന്നെ ചെയർമാൻ അപ്രൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. കിമ്മാണെങ്കിൽ ഒരുപാട് ഹാപ്പി ആയിട്ടും സംസാരിക്കുന്നുണ്ട്. ഇതേ സമയം ചെയർമാൻ ജിയുണിനെ ആണെങ്കിൽ ഒരുപാട് മോക്ക് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ജിയുണിനോട് പറയുന്നുണ്ട്, ഇതെൻ്റെ ഫ്രണ്ടാണ്, ഇങ്ങേർക്കൊരു മകളുണ്ട്, പറ്റിയൊരു ഗ്രൂമിനെ നീ കണ്ടുപിടിക്കണം എന്ന് പറയാണ് കേട്ടോ.
നമ്മുടെ ജിയുൻ്റെ ജോലി ഗ്രൂമിനെ കണ്ടുപിടിക്കലല്ല, എംപ്ലോയീസിനെ കണ്ടുപിടിക്കലാണ്. പബ്ലിക്കായിട്ട് അത്യാവശ്യം ഉറക്കെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ജിയുനെ. അപ്പം നമ്മുടെ ജിയുൻ വന്നിട്ട് ചെയർമാനോട് ഒരു കാര്യം പറയുന്നുണ്ട്. എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്. ഷെഡ്യൂൾ കുറച്ച് ടൈറ്റാണ്. അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ പോവാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ചെയർമാൻ, ഇത് എൻ്റെ ഇവൻ്റാണ്, ഞാൻ നടത്തുന്ന ഇവൻ്റാണ്, നിന്നോട് പോവാൻ പറയുമ്പോൾ നീ പോയാൽ മതി എന്ന് പറയാണ്. ചെയർമാൻ എന്നിട്ട് ആ ഒരു ഹോട്ടലിലെ ഒരു സ്റ്റാഫിനോട് ഒരു ഡ്രിങ്ക്സ് ഇവൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറയാണ്. അപ്പോൾ ആ ഒരു സ്റ്റാഫ് വന്നിട്ട് ഇവൾക്കൊരു ഷാമ്പെയിനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജിയോനാണെങ്കിൽ വഴക്കൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഷാമ്പെയിൻ ഗ്ലാസ് വാങ്ങി പിടിക്കുന്നുമുണ്ട് കേട്ടോ. എന്നിട്ട് ജിയോനോട് പറയുന്നുണ്ട്, നിൻ്റെ പ്ലേസ് നീ അറിയണം, നീ അത് കുടിക്കുക എന്ന് പറയാണ് കേട്ടോ. ഇത് ഭയങ്കര റൂഡായിട്ടാണ് അവളോട് ഇത് കുടിക്കാൻ പറയുന്നത്. നമ്മുടെ ജിയോനാണെങ്കിൽ അത് കുടിക്കുന്നൊന്നുമില്ല. നേരെ വന്നിട്ട് ആ ഒരു ഷാമ്പെയിൻ ഗ്ലാസ് തൊട്ടപ്പുറത്തിരുന്ന ഒരു ഒരു ടേബിളിന്മേൽ വെക്കുകയാണ്. ഇത് കണ്ടതോടുകൂടി ചെയർമാന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ചെയർമാൻ നേരെ ഇവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വു ഇതിനിടയ്ക്ക് വരാൻ നിൽക്കുന്നത് കേട്ടോ. അതിനു മുമ്പ്, വു കയറുന്നതിന് മുൻപ് നമ്മുടെ ചെയർമാൻ്റെയും അതുപോലെ തന്നെ ജിയുൻ്റെയും നടുവിലേക്ക് യുൻഹോ കയറി നിൽക്കുകയാണ്. ചെയർമാൻ ജിയുനെ ഇൻറ്റിമിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടുത്തേക്ക് വരുന്നത്. അപ്പം നമ്മുടെ യുൻഹോ ആണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല, അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്. എന്നിട്ട് യുൻഹോ ചെയർമാനോട് പറയുന്നുണ്ട്, ഞാൻ ജിയുൻ്റെ സെക്രട്ടറിയാണ്, ജിയുൻ്റെ ഷെഡ്യൂൾസൊക്കെ ഞാനാണ് അറേഞ്ച് ചെയ്യാറ്. ഇന്നത്തെ ഷെഡ്യൂൾ അറേഞ്ച് ചെയ്തപ്പോൾ കുറച്ച് മിസ്റ്റേക്ക് വന്നു, അതുകൊണ്ട് തന്നെ ജിയുന് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. ചെയർമാൻ യുൻഹോനോടും ചൂടാവുന്നുണ്ട്. നീ ഇതെന്താ ചെയ്യുന്നതെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യുൻഹോ പറയുന്നുണ്ട്, എൻ്റെ ബോസ് എന്ന് പറയുന്നത് ജിയുനാണ്, ഞാൻ അവരുടെ സെക്രട്ടറിയാണ്. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ, അവരുടെ ഷെഡ്യൂൾസാണ് ഞാൻ നോക്കുന്നത്. എന്നിട്ട് സോറി പറയുകയാണ് ചെയർമാനോട്. എന്നിട്ട് യുൻഹോ ജിയുൻ്റെ അടുത്തേക്ക് തിരിയാണ്. അടുത്ത മീറ്റിങ്ങിനുള്ള ടൈമായി മിസ് കാങ്, നമുക്ക് പോവാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ജിയുനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന യുൻഹോയുടെ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നത്.